ഈ മലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. ഇതിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് മൂന്നാർ ദേവികുളം ഗ്യാപ്പ് റോഡ് വഴിയാണ്. ചിന്നക്കനാലിൽ ചെന്ന് ചിന്നക്കനാലിൽ നിന്നും സിംഹകണ്ഠം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്നതിന് ശേഷമാണ് നമ്മൾ ഈ പാണ്ഡവൻ കോവിലിലേക്ക് കയറുന്നത്. പാണ്ഡവൻ കോവിലിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് മൂന്നാറിൽ നിന്നും ദേവികുളം വഴിയാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദേവികുളം ലോക്ക്ഹാഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം വഴിയാണ്. നല്ല രസമാണ്. വിദേശ നിർമ്മിതി എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള നമ്മൾക്കൊന്നും അഭിമാനിക്കാൻ പറ്റുന്ന റോഡാണ് ഇത്. അരിക്കൊമ്പനെയൊക്കെ കൊണ്ടുപോയി ഒരുപാട് പ്രശസ്തി ആർജിച്ച ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ തന്നെ വരുന്നു. മൂന്നാറിൽ നിന്നും ഈ റോഡിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് നല്ല രസകരമാണ്. നമ്മുടെ കണ്ണിനെയൊക്കെ ആനന്ദം പകരുന്ന രീതിയിൽ, നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന രീതിയിൽ രണ്ട് സൈഡിലും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നു. തേയിലത്തോട്ടങ്ങൾ രണ്ട് സൈഡിലും. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ചും ഈ റോഡിൻ്റെ ഭംഗി കൂടെ ആകുമ്പോൾ അതിന് കുറച്ചുകൂടി ഭംഗിയാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ വഴിക്ക് യാത്ര ചെയ്യേണ്ടതാണ്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ ലോക്ക്ഹാഡിൽ നിന്നും ഗ്യാപ്പ് റോഡിലേക്ക് കയറുന്ന ഒരു എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗ്യാപ്പ് റോഡിനെ കുറിച്ചും ഒരുപാട് കേട്ടിട്ടുണ്ട്. വളരെ ചെറിയ ഒരു വഴിയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ പണ്ടുകാലത്ത് ഉണ്ടാക്കിയ ഒരു വഴിയാണ്. വളരെ ചെറിയ, അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഗ്യാപ്പ് റോഡ് എന്നൊരു പേര് വന്നത്. പക്ഷേ ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സർക്കാർ അതിന് വളരെയധികം വീതിയൊക്കെ കൂട്ടി. അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ മുട്ടുകാട്, രാജാക്കാട്, രാജകുമാരി എന്ന പ്രദേശങ്ങളിൽ വളരെ നന്നായി റോഡ് ഭംഗിയായിരിക്കും. പക്ഷേ അതുവഴിയുള്ള യാത്ര സ്പെൻഡ് ചെയ്ത് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്ത് അതിലൂടെ മുന്നോട്ട് കഴിയുമ്പോൾ നമ്മൾ പെരിയ കനാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. പെരിയ കനാൽ വാട്ടർഫോൾസിന് ശേഷം ചിന്നക്കനാലിലേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെരിയ കനാൽ വാട്ടർഫോൾസിൻ്റെ വഴിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ തന്നെ മഞ്ഞൊക്കെ നിറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. ചെറിയ ചാറ്റൽ മഴയുമുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ കാണാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിംഹകണ്ഠം വഴി എത്തിച്ചേരുമ്പോൾ പാണ്ഡവന്മാർ തപസ് ചെയ്തിരുന്നു, അല്ലെ പാണ്ഡവന്മാർ ഇവിടെ കുറേ കാലം ജീവിച്ചിരുന്നു എന്ന് പഴമക്കാർ പറയുന്ന ആ ഒരു അത്ഭുത സിദ്ധിയുള്ള മലയിലേക്ക് നമ്മൾ ഇപ്പോൾ കയറുകയാണ്. കുത്തുകയറ്റമാണ്. അപ്പോൾ ചിന്നക്കനാലിൽ നിന്നും സിംഹകണ്ഠം വരുമ്പോൾ സിംഹകണ്ഠം ടൗണിൽ നിന്നും കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ തന്നെ പാണ്ഡവൻ മലയിലേക്കുള്ള ബോർഡ് കാണാം. അതുവഴി ഏകദേശം ഒരു 300-400 മീറ്ററോളം നമ്മൾ യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പാണ്ഡവൻ കോവിലിലേക്ക് എത്തും. ഈ കാണുന്നത് പാണ്ഡവൻ കോവിലിൽ നിന്നും എടുത്തിട്ടുള്ള ചിത്രങ്ങളാണ്. തമിഴ്നാടിൻ്റെ സൈഡ് കാണാം. ആ മലയോരങ്ങളൊക്കെ തമിഴ്നാട് പൂപ്പാറ, ശാന്തമ്പാറ ആ ഒരു ഭാഗത്ത് വരുന്നതാണ്. ഈ കാണുന്നതാണ് നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പഞ്ചപാണ്ഡവന്മാർ തപസ് ചെയ്തിരുന്നു. അവർ വച്ചാരാധന നടത്തിയിരുന്നു. ഇവിടെ തപസ് ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി എന്നാണ് ഐതിഹ്യം. ഇവിടെ ഒരുപാട് ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമൊക്കെ എത്താറുണ്ട്. പക്ഷേ ഒരുപാട് ഇത് പ്രസിദ്ധി ആർജിച്ചിട്ടില്ല, ആർക്കും അറിയില്ല. ഒരുപാട് രോഗികൾ രോഗശമനത്തിനായിട്ട് ഇവിടെ വരാറുണ്ട്. ഇപ്പോഴും ഇവിടെ അവർ തപസ് ചെയ്തിരുന്നു എന്ന് പറയുന്ന അവശേഷിപ്പുകളൊക്കെ ഉണ്ട്. അന്ന് ഉപയോഗിച്ചിരുന്ന ഉരലുകൾ പാറപ്പുറത്ത്, അതും കുറച്ച് മാറി നമുക്ക് കാണാം. പക്ഷേ ഈ വീഡിയോയിൽ എനിക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അതൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. ഈ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു കല്ലുകളും
അതുപോലെ അവർ തപസ് ചെയ്തിരുന്നു എന്ന് പറയുന്ന സ്ഥലവും അവർ വെച്ച് ആരാധിച്ചിരുന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളുമൊക്കെ ഇതിൻ്റെ അകത്ത് കാണാം. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ മൂന്നാർ ഏരിയ പോലെ ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു പുതിയൊരു അമ്പലം പണി തീർത്ത് വരുന്നു. അതിൻ്റെ പണി ഫൈനൽ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ വരുന്ന ഒരുപാട് ആൾക്കാർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കുമൊക്കെ ഇവിടെ ഒന്ന് വന്ന് കുറച്ച് സമയം ചിലവഴിച്ച് പോകുമ്പോൾ വളരെ ആശ്വാസം ആകുന്നുണ്ട് എന്ന് പറയുന്നു. എന്തായാലും ഇവിടെ നിന്നുള്ള കാഴ്ചകൾ തന്നെ വളരെ മനോഹരമാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പറ്റിയാൽ ഈ സ്ഥലം ഒന്ന് വന്ന് കാണണം. നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ കാണുന്നത് മുനിയറകൾ ആണ്. മുനിയറകളും ഇവിടെ ഇവർ തപസ് ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളാണ്. ഇവിടുന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ നാട്ടുകാർക്ക് ഈ അമ്പലം പണിയുമായി ബന്ധപ്പെട്ട് അവർ അവിടെയൊക്കെ ക്ലീൻ ചെയ്തപ്പോഴൊക്കെ ഒരുപാട് പഴയ ഒരുപാട് സാധനങ്ങളൊക്കെ അവർക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ചിന്നക്കനാലിലെ ഈ പാണ്ഡവൻ കോവിലിൽ നിങ്ങൾ ഒന്ന് സന്ദർശിച്ച് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒന്ന് പോയി കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പിന്നീടൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ബൈ ബൈ.